നല്ല വീതിയുള്ള റബ്ബറൈസ്ഡ് ടാർ റോഡിൽ ലൈൻ വരച്ചു പോയിരിക്കുന്ന PWD റബ്ബറൈസ്ഡ് ടാർ റോഡ് സൈഡിൽ നിങ്ങൾക്കൊരു വീട് കിട്ടിയാലോ എങ്ങനെയുണ്ടാവും? ഒരു 20 സെന്റ് സ്ഥലത്തിലായാലോ, അത് 4 ബെഡ്റൂം ഒക്കെ ഉള്ളൊരു 3000 സ്ക്വയർ ഫീറ്റ് ആയാലോ. ഇതാ അങ്ങനെ ഒരു വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. 3000 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്, ഏകദേശം ഒരു 1.5-2 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. പക്ഷെ അത് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് നല്ല പുതിയ കളർ പെയിന്റൊക്കെ അടിച്ച് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആക്കി, നല്ലൊരു ലിവിങ് ഏരിയ ആക്കി, നല്ലൊരു വീടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ വീടിന് സ്ഥലത്തിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,30,00,000 രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിളുമാണ്. ഡോറുകളെല്ലാം തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കബോർഡുകളെല്ലാം തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഈ വീട്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 20 സെൻറ്റ് സ്ഥലത്തിന് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. PWD റോഡ് സൈഡിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വീഡിയോ, PWD റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന 20 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മുറ്റമാണ്, നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെയാണ്. അവിടെ നാടൻ ചരലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 20 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് നമ്മുടെ നല്ല ഗാർഡനൊക്കെ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന, ഏകദേശം ഒരു 3 വർഷത്തോളം പഴക്കമുള്ള, അത് പുതിയതായിട്ട് മോഡിഫിക്കേഷനൊക്കെ വരുത്തി നല്ല പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീടാണ് ഈ കാണുന്നത്. വീതിയുള്ള ടാർ റോഡ് സൈഡിൽ തന്നെ, അതായത് PWD ലൈൻ വരച്ചു പോയേക്കുന്ന വീതിയുള്ള ടാർ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വാഹനങ്ങൾ ഓടിച്ച് വരുവാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ചെറിയ വഴി കൂടെ ഒന്നും കയറി പോകേണ്ട ആവശ്യമില്ല. ഇതാണ് നല്ല ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇതാണ് മുറ്റം. 20 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഇരിക്കുന്ന വീട് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മുറ്റമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണുന്നത്, നമ്മുടെ വീടിൻ്റെ മുൻവശം. നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കറങ്ങാം. ഇത് കാർ പോർച്ചൊക്കെ വലിപ്പമേറിയ നല്ല കാർ പോർച്ചാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. നല്ല കാർ പോർച്ച്, നല്ല സിറ്റ് ഔട്ടൊക്കെ നമുക്കിവിടെ കാണാം. മൊത്തം തേക്കിൻ തടികളാൽ നിർമ്മിതമായ ജനൽപ്പാളികൾ, അതുപോലെ തന്നെ ഡോറുകൾ എല്ലാം നമുക്കിവിടെ കാണാം. റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. നമുക്ക് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി ഇതിൻ്റെ റൂഫ് വർക്ക് ഒന്ന് കാണാം. എല്ലാ സൈഡിലും നല്ല മുറ്റമുണ്ട്. പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു 2 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ്. നല്ല വീതിയുള്ള റോഡ് സൈഡ് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്തോടു കൂടിയ വീടുകൾ അധികം കിട്ടാനില്ല എന്നുള്ളത് രണ്ടാമത്തെ ഹൈലൈറ്റ്. കുറച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലപോലെ വളമൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കായ്ക്കുന്ന തെങ്ങുകളാണ്. അതുപോലെ നല്ല ഒരു ആദായമുള്ള നല്ലൊരു കൃഷിത്തോട്ടമായിട്ടൊക്കെ ഇതിനോട് ചുറ്റും നമുക്ക് അടുക്കളത്തോട്ടം പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ മിറ്റ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണ്. ഇതാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ്. ഇത് മൊത്തം പബിൾസൊക്കെ ഇട്ട് ഗാർഡനൊക്കെ ചെയ്ത്, വൈറ്റ് കളർ പബിൾസൊക്കെ ഇട്ട് ഗാർഡനൊക്കെ ചെയ്ത്, ഈ റൈറ്റ് സൈഡിലും കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത്, ഫ്രണ്ടിലോട്ട് നാടൻ ചരലൊക്കെ ഇട്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളില്ല, എങ്കിലും തൊട്ടപ്പുറത്ത് നല്ല അയൽവാസികളുണ്ട്. അടുത്തൊക്കെ നല്ല വീടുകളുള്ള ഒരു മേഖലയാണ്. ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, 1,30,00,000 രൂപയാണ് ചോദിക്കുക. നെഗോഷ്യബിൾ പ്രൈസാണ്.
തേക്ക് കൊണ്ടുള്ളൊരു പാനലിംഗ് ആണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ഒരു മണിച്ചിത്രത്താഴ് പോലത്തെ ലോക്കാണ് കൊടുത്തിരിക്കുക. നല്ലൊരു സ്വീകരണ മുറി, അതാണ് നമ്മളിപ്പോൾ ആദ്യമേ കയറിയപ്പോൾ കാണുന്നത്. നല്ലൊരു സ്വീകരണ മുറി, ഒപ്പം ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്, ഒരു ഡൈനിങ് ഹാളുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ്. ഈ റൈറ്റ് സൈഡിലാണ് ഒരു ഫാമിലി ലിവിങ് ഏരിയ ഒക്കെ കൊടുത്തിരിക്കുക. അവിടെ നല്ല ഒരു കോക്കറി ഷെൽഫ് പോലെ അല്ലെങ്കിൽ ഒരു കബോർഡ് പോലെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് കിച്ചണിലേക്ക്, ഡൈനിങ് ഹാളിന് സമീപത്തായിട്ട് തന്നെ ഒരു സൈഡിലായിട്ട് ഒരു കോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. അതിമനോഹരമായൊരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചത്. തേക്കൻ തടി കൊണ്ട് നിർമ്മിതമായ നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ. നല്ല കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരാൾ താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത വീട്, താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു. ഇപ്പോൾ അവർ വിൽക്കുവാനായിട്ടുള്ള കാര്യത്താൽ ഇവരിവിടുന്ന് മാറിയിട്ട് നല്ല പുതിയതായിട്ട് മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തി നല്ല രീതിയിലാക്കി ഇപ്പോൾ കൊടുക്കുവാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇവിടെ കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, ഒപ്പം ഈ സൈഡിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകൾ, ഒരു സൗകര്യപ്രദമായ ഒരു കിച്ചൺ എന്ന് തന്നെയാണ് ഈ വീടിനെ പറയാനായിട്ടുള്ളത്. അവിടെ പുകയില്ലാത്ത അടുപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. നല്ല വലിപ്പവും നല്ല സൗകര്യങ്ങളും, 3000 സ്ക്വയർ ഫീറ്റുള്ള നല്ല വലിപ്പമുള്ള നല്ല സൗകര്യങ്ങളുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി നല്ല ഒരു സ്വീകരണ മുറിയിലേക്കാണ് അടുത്തത് നമ്മൾ വരുന്നത്. ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ അടുത്തത് കയറുന്നത്. ഇവിടെ TV യൂണിറ്റ് ഒക്കെ വയ്ക്കാനായിട്ടുള്ള പോയിൻ്റ് ഇവിടെയാണ്. 3 ഫേസ് ആണ് വയറിങ്. 4 ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ 4 ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ് ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നല്ലൊരു പ്ലാനാണ് ഈ വീടിൻ്റെ എന്ന് പറഞ്ഞത്. കാരണം സ്വീകരണ മുറി, അവിടെ നിന്നൊരു എൻട്രൻസ് ഇല്ല. ഡൈനിങ് ഹാളിൽ നിന്നും മറ്റ് എൻട്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നാണ് ഓരോ റൂമുകളിലേക്കുമുള്ള പാസേജും എൻട്രൻസും വരിക. നല്ല വലിപ്പമുള്ള ഫാമിലി ലിവിങ് ഏരിയ. അവിടുന്ന് എൻട്രൻസ് വരുമ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നിരിപ്പുണ്ടെങ്കിലും സ്വീകരണ മുറിയിലായിരിക്കും, ഫസ്റ്റ് ഗസ്റ്റ് ലിവിങ് ഏരിയയിലായിരിക്കും അവരിയ്ക്കുക. അവരുമായിട്ടും ഒരു ടച്ച് വരാത്ത രീതിയിൽ ബെഡ്റൂമുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഫാമിലിയിൽ നല്ലൊരു പ്രൈവസി കിട്ടാവുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം, എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ കയറി ആദ്യത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് കയറി. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ടോയ്ലറ്റ്. അവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പാലാ ടൗണുമായിട്ട് ഉദ്ദേശം 2 കിലോമീറ്ററോളം ദൂരമാണ്. ബസ് റോഡിലേക്ക് ഇറങ്ങുവാനായിട്ടൊരു 100-200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പാലാ രാമപുരം റോഡാണ്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ട് RC ചർച്ചുമായിട്ട് ഒരു 400-500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 20 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്.
അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമാണ് കൂട്ടിയാൽ മതി. 1 കിലോമീറ്റർ ദൂരം. പാലാ ടൗണിലേക്കുള്ള ദൂരം പറഞ്ഞു. രാമപുരം, കൂത്താട്ടുകുളം, എറണാകുളമൊക്കെ പോകേണ്ടവർക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലൊക്കേഷനാണ്. നമ്മൾ ഓരോ ബെഡ്റൂമുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബെഡ്റൂമുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുക. അറ്റാച്ച്ഡ് ആണ്. നല്ല ടൈല് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ഒരു കിടുക്കാച്ചി വീട് തന്നെയാണ്. വീണ്ടും ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഇറങ്ങി അടുത്ത ബെഡ്റൂമാണ് നമ്മൾ കാണുവാനായിട്ട് പോവുക. ഇപ്പോഴത്തെ ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഇതുപോലെ റൂഫ് ചെയ്ത നല്ല വീടുകളാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ വീടിനകത്തേക്ക് ഇപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു, ഒട്ടും ചൂടില്ല വീടിനകത്ത്. ഇപ്പോൾ വേനൽക്കാലമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അത്രയും ചൂട് കുറഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ ചൂട് കുറഞ്ഞ ഈ കാലാവസ്ഥയിൽ ചൂട് കുറവായിരിക്കും വീടിനകത്ത്. ഈ ചൂട് കൂടിയ കാലാവസ്ഥയിലും നമുക്ക് വീടിനകത്തേക്ക് ചൂടുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമത്, ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ ആണെങ്കിൽ എല്ലാം എംസാൻ്റെ കവർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റ് ചോർച്ച പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനും റൂഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ കിട്ടുക. സാലറി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചായിരിക്കും ലോണ് എത്രയാണ് എന്നുള്ളത് നിൽക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ലോണിൻ്റെ കാര്യങ്ങൾ നിൽക്കുക. അതുപോലെ തന്നെ പ്രോപ്പർട്ടി വാല്യുവേഷൻ്റെ 80% തുകയാണ് ലോൺ കിട്ടുക. ഇവിടുത്തെ വെള്ളത്തിൻ്റെ സോഴ്സ് ഇവിടെ തൊട്ട് താഴെ തന്നെ വലിയൊരു കിണർ, ഒരിക്കലും പറ്റിയിട്ടില്ലാത്ത വലിയൊരു കിണർ ഉണ്ട്. ആ കിണറ്റിൽ നിന്നാണ് ഇവിടെ 2-3 വീട്ടുകാർക്കായിട്ട് വെള്ളത്തിന് സോഴ്സ് ഒരുമിച്ച് കോമൺ ആയിട്ടാണ്. ഇത് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുക. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ സോഴ്സും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം തന്നെ നിങ്ങൾക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നാളും താമസിച്ചുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ വീട് മോഡിഫിക്കേഷൻ നടത്തുവാനായിട്ട് എടുത്ത വെള്ളവും കാര്യങ്ങളെല്ലാം അതിവിടെ നിന്നാണ്. ഈ വേനൽക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ്. നേരിട്ട് വരുമ്പോൾ ആ കിണർ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് 4 ബെഡ്റൂമായിരുന്നു. 4 ബെഡ്റൂമും നമ്മൾ ഏകദേശം കണ്ടു. മീനച്ചൽ ഹോംസിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോകൾ അവതരിപ്പിക്കുന്നുണ്ട്. വലുതും ചെറുതുമായ വീടുകൾ, ഓരോ ആൾക്കാരുടെയും ബഡ്ജറ്റ് അനുസരിച്ചുള്ള വീടുകൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വലുതും ചെറുതുമായ വീടുകൾ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക്, കിച്ചൻ്റെ അടുത്തേക്കാണ് വന്നത്. പക്ഷേ കിച്ചൺ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീട് സ്ഥലവും നേരിൽ കാണണം, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. 100% സത്യസന്ധമായിട്ടുള്ള സർവീസായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഒരിക്കലും നിങ്ങളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് മേടിക്കുമ്പോൾ ഒരു നഷ്ടമുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഇടപാടുകൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് പല വിലയുടെ വീടുകളുടെ വീഡിയോയുമായി നമുക്ക് പുതിയ വീഡിയോയുമായി നമുക്ക് എന്നും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.